കടമെടുപ്പിനെ വിമർശിച്ച UDF ഭരണത്തിലെത്തിയപ്പോൾ കടമെടുപ്പിൽ റെക്കോർഡ് സ്ഥാപിക്കുന്നു. നിലവിൽ 2200 കോടി രൂപയാണ് കടമെടുക്കാൻ തീരുമാനിച്ചത്. ഓണക്കാലത്ത് ചെലവുകൾക്ക് വേണ്ടി എന്നതാണ് സർക്കാർ വാദം. ഇതോടെ UDF സർക്കാർ അധികാരത്തിൽ വന്ന് 3 മാസം തികയുമ്പോൾ കടമെടുപ്പ് 14,400 കോടി രൂപയായി ഉയർന്നു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ കടമെടുക്കുന്നതിനെ നിശിതമായി വിമർശിച്ചവരാണ് ഇപ്പോൾ ഭരണത്തിലെത്തിയപ്പോൾ റെക്കോർഡ് വേഗതയിൽ കടമെടുക്കുന്നത്. ഏറ്റവും ഒടുവിലായി 2200 കോടി രൂപയാണ് കടപ്പത്ര ലേലം വഴി സർക്കാർ പുതുതായി സമാഹരിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് ഇതിനായുള്ള കടപ്പത്ര ലേലം നടക്കുക. ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ, ബോണസ്, ഉത്സവ ഭത്ത എന്നിവയ്ക്കായി 10,000 കോടി രൂപ ചെലവാകും എന്നതാണ് സർക്കാർ വാദം. ഓണക്കാലം കടന്നുകൂടാൻ കടമെടുക്കാതെ മറ്റു മാർഗങ്ങൾ ഇല്ല എന്നതാണ് ധനവകുപ്പ് വ്യക്തമാക്കുന്നത്. 2200 കോടി രൂപ കൂടി കടമെടുക്കുമ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കടമെടുപ്പ് 14,400 കോടി രൂപയായി ഉയരും. ഈ സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന് എടുക്കാവുന്ന കടത്തിന്റെ 46.91% 3 മാസത്തിനുള്ളിൽ UDF സർക്കാർ എടുത്തത്. ഈ സാമ്പത്തിക വർഷം ആകെ 56,413 കോടി രൂപയാണ് കേരളത്തിന് കടമെടുക്കാൻ സാധിക്കുക. ഖജനാവിലെ പണഞ്ഞെരുക്കം മാറ്റാൻ ട്രഷറിയിൽ പ്രത്യേക നിക്ഷേപ സമാഹരണം സർക്കാർ ആരംഭിച്ചു. സെപ്റ്റംബർ 30 വരെ സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നൽകാനാണ് നിലവിലെ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.